കിബറിന്റെ അടയാളം വീട്ടു ജോലി ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര മടിയായിരിക്കും. ഞാനാ ടോയ്ലറ്റ് വൃത്തിയാക്കാനാ, എന്താടി നീ പറയുന്നത്? മൂപ്പർക്ക് അത് സഹിക്കാൻ പറ്റൂല, നടക്കൂല, ചിന്തിക്കാൻ പറ്റൂല. 3, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ മാർക്കറ്റിലോ മറ്റൊക്കെ പോയിട്ട് മടിയായിരിക്കും. ഞാൻ അങ്ങാടി പോയിട്ട് മത്തി വാങ്ങിയിട്ട് വരാനാ. എല്ലാം മോളെ, ഞാൻ ആകെ 4 ദിവസത്തേക്ക് ഗൾഫിൽ നിന്ന് വന്നല്ലേ, എനിക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ, നീ എന്തീ പറയുന്നത്? റേഷൻ കാർഡ് ശരിയാക്കി ഞാനാ പോകേണ്ടത്? എടാ, ഒരിക്കലും നടക്കൂല. ഭാര്യനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലൊന്നും പോകില്ല പലരും. നീ ഒന്ന് ഉപ്പാനെ വിളിച്ചു നോക്ക്, ഫ്രീ ഉണ്ടോ നോക്ക്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളാന്ന് പറയും. ഒന്നിച്ചു പോവില്ല. കിബറുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ഭാഗത്തേക്കല്ല വിടൂല, ഒരണമടിത്തൂക്കുണ്ടെങ്കിൽ. 4, കിബറിൻ്റെ ഒരു അടയാളാണ് പാവപ്പെട്ടവർ ക്ഷണിക്കുന്ന പരിപാടിക്ക് മൂപ്പര് പോവില്ല. പണക്കാർ വിളിക്കുന്ന പരിപാടിക്ക് മൂപ്പര് നേരത്തെ പോകും. ഗ്രാൻഡ് മൗലിദിനൊക്കെ ഉഷാറായിട്ട് പോകും. പാവപ്പെട്ട ഏതോ ഒരു ഉമ്മാമ പറഞ്ഞ് ഒന്നിന് മൂപ്പർക്ക് സമയം ഉണ്ടാവില്ല. വലിയ ഉസ്താദിന്റെ മോളെ കല്യാണത്തിന് കുടുംബക്കാർ ഒന്നിച്ച് ഇന്നോവല്ലായിട്ട് ഓടി മറ്റെല്ലാം എടുത്തോട്ട് പോകും. അപ്പുറം 2 വീട് അപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടീൻ്റെ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ നടത്തുന്ന ഒരു കല്യാണം, അതിന് പോകില്ല. അതിന് ഭാര്യനോട് പറയും, ചെറിയ തിരക്കുണ്ട്, നീ ഒരു 500 മതിയാ, 500 കുറയാന്നല്ലേ, ധാരാളം, 500 മതിയാ, അത് കൊടുത്തേന്ന് പറയും. ഉപരി പോവില്ല. ഇവർക്കത് നടക്കൂല. ഒരു വലിയോരപ്പരം മാത്രം ജീവിച്ച് പഠിച്ച ആളാണ്. ഈ വലിയോരപ്പം മാത്രം ജീവിച്ചാൽ ആർത്തി ഉണ്ടാവും, ഭയങ്കര ആർത്തിയായിരിക്കും. ആർത്തിക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ, അവൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ റിട്ടയർഡായിട്ട് വരുന്നയാ. അടിപൊളി ഒരു ഫോണ് കാണുന്നുണ്ട് വാപ്പാൻ്റെ പെട്ടീൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ കരുതി, ഈ മോൻ കരുതി ഈ ഫോണ് ഉപ്പ ആർക്കെങ്കിലുമൊക്കെ കൊണ്ടുവന്നായിരിക്കും. സാധാരണ ഉപ്പ അങ്ങനെ കുടുംബക്കാർക്ക് ആരെങ്കിലൊക്കെ കൊണ്ടുവരുത്തുന്നുണ്ട് എന്നർത്ഥത്തിൽ. ഇവൻ്റെ കയ്യിലാണെങ്കിൽ 2 മാസം മുന്നേ പുതിയതായിട്ട് വാങ്ങിയ നല്ലൊരു ഫോണുണ്ട്. അതുകൊണ്ട് പിന്നെ ഫോണിനോട് അങ്ങനെ ആഗ്രഹമൊന്നും താല്പര്യമൊന്നുമില്ല. പെട്ടിയെല്ലാം പൊളിച്ച് എല്ലാം ഓരോരുത്തർക്ക് വിതരണവും ഇവിടെ വെക്കേണ്ടതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടും ഫോൺ അവിടെ തന്നെ ഉണ്ട് പുതിയത്. പിന്നെ നമ്മൾ കരുതി ആർക്കെങ്കിലും ഉള്ളതായിരിക്കും. പിറ്റേന്ന് രാവിലെ ഉമ്മാൻ്റെ മേശപ്പുറത്ത് കണ്ടപ്പോൾ ഉപ്പാനോട്, ഉപ്പ ആ ഫോണ് അത് എൻ്റെ അറബി തന്നതാടാ, അതൊക്കെ എന്തോ ഒരു സന്തോഷം. മൂപ്പർക്ക് അങ്ങനെ സന്തോഷം ഉണ്ടാവും, ഒരു നല്ല ഫോണൊക്കെ തരും. ഇത് ഉപ്പ അല്ല, എനിക്ക് വേണ്ട, എനിക്ക് നല്ലൊരു ഫോണുണ്ട്, പിന്നെ എന്തിനാ ഇത്? ആർക്കാന്ന് ഉപ്പ ആർക്കെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ട്? ആർക്കൊന്നും അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ആരെങ്കിലൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ അന്നേരം ഇവൻ്റെ മനസ്സിലൊരു സാധനം വരും, ആർക്കും വേണ്ടെങ്കിൽ. അതാണ് ആർത്തി എന്ന് പറയുന്നത്. അതാണ് ആർത്തി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൊറോട്ടയും മന്തിയും ചപ്പാത്തിയും ബിരിയാണിയും നൂൽപുട്ടെല്ലാം തിന്ന് കഴിഞ്ഞിട്ടും അതും കഴിഞ്ഞു എന്നിട്ടും ചോദിക്കും പുഡിങ് ഇല്ലേന്ന്. ഇതിനാണ് മലയാളത്തിൽ ആർത്തി എന്ന് പറയില്ല. നല്ല ഭാര്യ ഉണ്ടാവും, എന്നാലും +2 പെമ്പിള്ളറെ നോക്കും, അതൊരു ആർത്തിയാണ്. ആർത്തി. മനുഷ്യന് പ്രായം കൂടുന്തോറും ആർത്തി ചെറുപ്പക്കാരനായിട്ട് വരും. ആർത്തി പല മോഡലിലും ഉണ്ടാവും. അത് ഇബ്ലീസിന്റെ ഒരു മെയിൻ സ്വഭാവമാണ്. ചിലർക്ക് തിരിച്ചും ഉണ്ടാവും കേട്ടോ. അവര് പണക്കാരെടുത്ത് പോകും എന്ന് മാത്രമല്ല, ചില ആൾക്കാരുടെ സ്വഭാവം ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കൗകബു ഷാഹിഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അവരുടെ സ്വഭാവം എന്താ? വദ്വാഉൽ മുരീദി അൽ ഉലമാ വൽ ഉമറാ ഇലാ ഹുളൂരി വലീമതിഹി. തൻ്റെ വീട്ടിലെ സൽക്കാരത്തിന് വലിയ ആലിമീങ്ങളെയും തങ്ങന്മാരും ഉസ്താമാരെയും വലിയ പൗരപ്രമുഖരെയും ഒക്കെ ക്ഷണിക്കും. എന്തിന്? ലിശുഹ്റതി വൽ ജാഹി ഫീ ഖുലൂബിൻ നാസ്. ജനങ്ങളുടെ അടുത്ത് വലിയ സംഭവമായിട്ട് പറയാൻ, എൻ്റെ 4 മക്കളുടെ ഈ നിക്കാഹ് ഉസ്താദാണ് കഴിച്ചത്, പിന്നെ എൻ്റെ വീട്ടിലെ മൗലൂദിന് വൈകുന്നേരം ഉസ്താദ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, രാത്രി തങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാട്ടാറുമ്പിൽ വലിയ സംഭവം വേണ്ടിയിട്ട് പറയുന്ന ആജിക്കന്മാരുണ്ടാവുമല്ലോ, അവരെ കുറിച്ച് ഷഹറാനിമ പറയാ, വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്. അവൻ നശിച്ചു പോവാൻ ആ ഒറ്റ കാരണം മതി.
അത്തരക്കാരാ പിന്നീട് പല പിഴച്ച തരീക്കത്തിലും പിഴവിലൊക്കെ പെടുന്നത്. അവർ ഈ ഉസ്താമാരെയും തങ്ങന്മാരെയും കൊണ്ടുവന്നത് ബർക്കത്തിന് വേണ്ടിയിട്ടല്ല, ഞാനും ഓറും തമ്മിൽ ഭയങ്കര ബന്ധാണെന്ന് അറിയിക്കാനാണ്. അത്തരക്കാർ ഈ ഉസ്താമാരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും അവരുടെ പേര് പറയുന്ന തന്നെ ഒരു സൂഇൽ അദബോടുകൂടിയായിരിക്കും, അദബില്ലാതെ ആയിരിക്കും. അങ്ങനെ അവർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. കുറച്ച് രണ്ട് തക്കാഫിലൊക്കെ ഏറ്റെടുത്തതിൻ്റെ ഹൊങ്കും അഹങ്കാരം ഉണ്ടാവും അവർക്ക്, ഉണ്ടാവുന്നു. അബുദാബിയിലായിരുന്നു ഞാൻ 40 കൊല്ലം ഉണ്ടായിരുന്നത്. പേരോടൊക്കെ അവിടെ വന്ന അധികം എൻ്റെ റൂമിൽ തന്നെ ചീത്താരി പിന്നെ പറയാനുണ്ടോ, പൊന്മളല്ല നമ്മളൊന്നും അഹങ്കാരം എന്നല്ലാതെ വേറെന്താ പറയണ്ടേ. ആ അഹങ്കാരത്തിന് കൊമ്പ് മുളച്ചിട്ടുള്ള ഡയലോഗ് കണ്ടങ്ങള് ആരെക്കുറിച്ച് ഈ പറയണത്? എത്ര ആയിരം കിതാബ് നോക്കിയ മഹാന്മാരെ കുറിച്ച് ഈ ടേം ഉപയോഗിക്കണമെന്ന് നോക്കിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ ചില മക്കളുണ്ടാവും അങ്ങനെ, ഇത്ര ആജിയന്മാരുടെ മക്കളെയും കാണാം അങ്ങനെ. കുറച്ചെന്തെങ്കിലും ഡിഗ്രിയും PGയും B.Ed എല്ലാം കഴിഞ്ഞാൽ ഒരു ഫോർച്യൂണറിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്ഥാപനത്തിലേക്ക് വരും. ഇയാൾക്കാകെ ഈ ചങ്ങായിക്ക് 27 വയസ്സേ ആയിട്ടുണ്ടാവും. അവൻ ആ വലിയ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നൊരു ഹോൺ അടിക്കും. ഗേറ്റ് തുറക്കാൻ പ്രായമുള്ളൊരു മനുഷ്യനുണ്ടാവും, ഗേറ്റ് കീപ്പർ, 87 വയസ്സുള്ള മനുഷ്യൻ. അയാളാണെങ്കിൽ കുറേ കൊല്ലം ഗൾഫിലെവിടെയോ ഉണ്ടായിരുന്നു, 10-36 കൊല്ലം. മക്കൾക്കും ഭാര്യക്കൊക്കെ നല്ല വീടൊക്കെ വെച്ചു കൊടുത്ത് മക്കളൊക്കെ കെട്ടിച്ച് നാട്ടിലേക്ക് റിട്ടയർഡായിട്ട് വരുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കി. മൂപ്പര് കുറേ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ വൃദ്ധസദനത്തിൽ പോയാൽ ബോറല്ലേ എന്ന് വിചാരിച്ചും യാചന നടത്തിയാൽ വഷളത്തരല്ലേ എന്ന് കരുതിയും എന്തെങ്കിലുമൊക്കെ രണ്ടറ്റം മുട്ടിക്കാനുള്ള ജോലി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വാച്ച്മാന് ഗേറ്റ് കീപ്പറായിട്ട് മൂപ്പര് ജോലി ചെയ്യണത്. ആകെ 6000 രൂപ. കാലിനാണെങ്കിൽ മുടന്തുണ്ട്, ഓൾക്ക് ഓൾറെഡി പ്രഷറുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈ മഴയും വെയിലും കൊണ്ടിട്ട് 6000-ന് ഈ പാവം ഇങ്ങനെ രാത്പകൽ ഭേദമന്യേ ഈ ജോലി ചെയ്യുന്ന ഒരു പച്ച സാധു ഉപ്പാപ്പ. ഈ ഉപ്പാപ്പൻ്റെ മുന്നിൽ 28 വയസ്സുമായിട്ട് 27 വയസ്സുമായിട്ട് ഈ ധിക്കാരി കടന്നു വരുന്ന കോലം നോക്കണം. ഹോൺ അടിച്ചിട്ട് തുറന്നിട്ടില്ലെങ്കിൽ ഇവൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ശമ്പളം കറക്റ്റ് വാങ്ങുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കയ്യിലെങ്കിൽ എന്തിനാ ഈ പണിക്ക് വെക്കണത്? എന്താ ഇനി പറയണ്ടു? ബാപ്പാൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാ, ബാപ്പാൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാണ്. വാപ്പ ഒരു സ്ഥാപനത്തിനെ വിലയിരുത്തൽ അടുത്ത മുത്താലിങ്ങൾ പൊളിയെന്നല്ല, അടുത്ത സ്ഥാപനം പൊളിയാട്ടാ. എന്തുകൊണ്ടാണ് ആചാര്യ അത് പറയണമെന്ന് അറിയോ? അടുത്ത കുട്ടികൾ തൊഴഫയും നിഹായും മുഗനിയും അസ്നൽ മത്തോലിബും ഫത്തുൽ മൊയിനും നന്നായി ഓതി പഠിക്കുന്നുണ്ടോ? സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസിൽ വലിയ കഴിവുണ്ട്, ദാവാ കോളേജിലെ പിള്ളേർക്ക് ഉഷാറാണ് എന്നുകൊണ്ടല്ല. മൂപ്പര് 2-3 വട്ടം സ്ഥാപനത്തിൽ പോയാൽ അണ്ടിപ്പരിപ്പും കൽക്കണ്ടി കറക്റ്റ് കിട്ടി. അതാണ് നമ്മളെ നാട്ടിലെ ആജിയമാർക്ക് ഇപ്പോൾ ഒരു സ്ഥാപനം പൊളിയെന്ന് പറയാനുള്ള മെയിൻ ക്വാളിറ്റി. അങ്ങനത്തെ ആജിയമാരുടെയൊക്കെ മക്കളൊക്കെ പലപ്പോഴും പെട്ടുപോയത് ഹുങ്ക് മാറ്റി വയ്ക്കുക. ഒരു മനുഷ്യനാവും. എന്തിന് നമ്മളിതൊക്കെ? അല്ലെങ്കിലും എന്തിനാ നമുക്കൊക്കെ അഹങ്കാരം? നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ എന്താ സാധനം? കാഷ്ടം, മൂത്രം, രക്തം, കഫം, ചലം. അതിലേതെങ്കിലും ഒരു നല്ലതുണ്ടോ സാധനം? 2 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ചെവിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വരത്ത്? മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വരത്ത്? കണ്ണിലെ വെള്ളം കൊണ്ട് ഒതുകൊടുക്കാൻ പറ്റുമോ? ഇന്നലെ തിന്ന ഷവർമൻ്റെയും അൽഫാമിൻ്റെയും കഷ്ണം പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയാൽ ഇന്ന് രാവിലെ അത് മൺപിച്ചാൽ എന്തുണ്ടോ അവസ്ഥ? എന്തായിരിക്കും നമ്മൾ ഉള്ളിൽ എന്താ ഇപ്പോൾ ഉള്ളത് കാര്യമായിട്ട്? ഇന്നല്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് പനിയാണ് 2-3 ദിവസമായിട്ട്, അങ്ങനെ ഗുളിക തന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊണ്ടുവെക്കുമ്പോൾ ഡോക്ടർ പറയാണ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഒന്നുമില്ല, ഒരു സാമ്പിൾ എന്തിന്? ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാൻസർ സെൻ്ററിലേക്ക് നിങ്ങളെ ബ്ലഡിൻ്റെ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ തീർന്ന്. ഇനി ഈ അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. ഇനി യൂട്യൂബൊന്നും വല്ലാണ്ട് ഉപയോഗിക്കില്ല, ഇനി റീൽസിലൊന്നും വല്ലാണ്ട് കയറില്ല. തീർന്ന്. ഇത്രയേ ഉള്ളൂ നമ്മളെ ലൈഫ്. ക്യാൻസർ ഉണ്ട് എന്ന് പറയണ്ട, ക്യാൻസർ സെൻ്ററിലേക്ക് നിങ്ങളെ ബ്ലഡ് അത്ര മതി. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാണ്, ഒരു പാവ മനുഷ്യൻ. സഹാബത്തിൻ്റെ ഒക്കെ ടൈറ്റിൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരനായ ആളല്ലേ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ടൈറ്റിൽ എന്താ? ആത്മീയ വിലാസം അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പാന. എന്താ കാരണം? പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കും, പാവങ്ങൾക്ക് ഗുണം ചെയ്യും, പാവങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ വഫാത്തായ
ഭാര്യമാരിൽ ഒരാളാണ് സൈനബ് ബിന്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. മഹദിയുടെ ആത്മീയ വിലാസം എന്താ? ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ. എന്താ കാരണം? പാവങ്ങൾക്ക് വേണ്ടെല്ലാം ചെയ്തു കൊടുക്കും. സഹാബാക്കളിൽ വലിയ ആലിമായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരക്ക് പിടിച്ചിരിക്കുക, കുറേ ആൾക്കാർ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോഴാ ഒരു അന്ധനായ മനുഷ്യൻ വന്നിട്ട് ഈ പാവത്തിനൊന്ന് പരിഗണിക്കണേ, കാഴ്ചയില്ലാത്ത ആളാണേ എന്ന് അനൗൺസ് ചെയ്യണത്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ച് അടുത്ത് വരുത്തി. എന്നിട്ട് അയാൾക്ക് വേണ്ടത് മുഴുവൻ ചെയ്തു കൊടുക്കുന്നവരെ അത്രയും സമയം അവിടെ കാത്തിരുന്നു.